പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ അടുത്ത വീഡിയോ ആണിത്. ഇത് മൂന്നാമത്തെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫാക്ടോറിയൽ ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് 1 into 1 factorial plus 2 into 2 factorial plus n into n factorial equal to n plus 1 factorial minus 1. അപ്പൊ for every n is a positive 1 ആണെന്ന് മനസ്സിലായി. അപ്പോ ഇവിടുത്തെ ലാസ്റ്റ് ടേമിൽ ഞാൻ 1 ഇട്ട് കൊടുത്തപ്പോ 1 into 1 factorial. അപ്പൊ ഇത് മാത്രമാണ് എഴുതേണ്ട ആവശ്യമുള്ളൂ. 1 into 1 factorial equal to ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ ഇത് വന്നു 2 factorial minus 1. അങ്ങനെ കിട്ടി. അപ്പോ 2 factorial minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 minus 1 അല്ലേ? 2 factorial എന്താണ്? ഫാക്ടോറിയൽ എന്താണെന്നൊക്കെ അറിയില്ലേ? 2 factorial വെച്ചാൽ 2 into 1, 3 factorial വെച്ചാൽ 3 into 2 into 1 അങ്ങനെ പോയി. Assume that P of k is true. അപ്പൊ നമ്മൾ എന്ത് എഴുതി? P of k എന്ന് പറയുന്നത് എന്താണ് എഴുതി? 1 into 1 factorial n ഉള്ളിടത്ത് k ഇട്ട് കൊടുക്കുക. 1 into 1 factorial plus 2 into 2 factorial plus k into k factorial equal to k plus 1 factorial minus 1. നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? P of k plus 1 എന്ന് പറയുന്ന ആള് ട്രൂ ആണെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എവിടം വരെ എഴുതണം? 1 into 1 factorial, 2 into 2 factorial plus etc. k into k factorial, k plus 1 factorial, k plus 1 into k plus 1 factorial വരെ എനിക്ക് എഴുതണം. അപ്പോ ഇതുവരെയുള്ള ടേം നമ്മുടെ അസംഷൻ പ്രകാരം എന്താന്ന് നമുക്കറിയാം. അതുവരെയുള്ള ടേം k plus 1 factorial minus 1 plus അടുത്തത് നമുക്ക് എന്താ വേണ്ടത്? അടുത്തത് k plus 1 into k plus 1 factorial. ഇതെന്താന്നാ പ്രൂവ് ചെയ്യേണ്ടത്? അത് ഈ സംഭവം നമുക്ക് എന്താന്നാ പ്രൂവ് ചെയ്യാനുള്ളത്? ഇവിടെ we have to show that p of k plus 1. ഇവിടെ k ന്റെ അവിടെ k plus 1 കൊടുക്കുകയാണെങ്കിൽ k plus 2 factorial minus 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം k plus 2 factorial എന്ത് കിട്ടണം? k plus 2 factorial minus 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ കാര്യങ്ങള്. അപ്പൊ ഞാനിവിടെ നോക്കിയപ്പോ രണ്ടിൽ ആരുണ്ട് കോമൺ ആയിട്ട്? k plus 1 factorial ഉണ്ട്. അപ്പൊ അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തപ്പോ ഇവിടെ എന്ത് വന്നു? 1 plus k plus 1. അതായത് ഇതേ സാധനത്തിന് തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ k plus 1 factorialഉം ഈ k plus 1 factorialന്റെ ഈ രണ്ട് ടേംസിനെ അടുപ്പിച്ച് എഴുതി. അപ്പൊ എനിക്ക് എന്ത് വന്നു? k plus 1 factorial plus k plus 1 into k plus 1 factorial minus 1. അത് ഓൾറെഡി എനിക്ക് ഈ മൈനസ് 1 ആവശ്യമുള്ളത്. അപ്പൊ ആ ഭാഗം ഓക്കെ ഇട്ടുണ്ട്. ഈ ഒരു ടേമിന് ഞാൻ എങ്ങനെയെങ്കിലും എന്ത് കാണിക്കണം? ഈ ഒരു ടേം എങ്ങനെയെങ്കിലും k plus 2 factorial ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. ഇവിടെ നോക്ക്, k plus 1 factorial എടുത്ത് കോമൺ ആയി പുറത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്ത് വന്നു? 1 plus k plus 1 എന്ന് വന്നു മൈനസ് 1. k plus 1 factorial into k plus 2 എന്ന് കിട്ടി. k plus 1 factorial into k plus 2 minus 1. നമുക്കറിയാം k plus 1 factorial into k plus 2 എന്ന് പറയുന്ന സംഭവം എന്താണ്? k plus 2 factorial അല്ലേ? ഇതെന്ന് പറയുന്നത് k plus 2 factorial minus 1 ആണ്. അത് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോ നമ്മുടെ എക്സാമ്പിൾ 1 എന്താണ് 3 factorial into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 factorial എന്ന് എഴുതാം. അതെന്താ വെച്ചാൽ 4 factorial നമുക്കറിയാം 4 into 3 into 2 into 1. ഈ ഒരു ടേമിന് മൊത്തം ഞാൻ എന്ത് കൊടുത്തു? ഫാക്ടോറിയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെയാണിത് k plus 1 factorial into k plus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം k plus 2 factorial minus 1 ആണ്. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് കിട്ടില്ല. ആവശ്യമുള്ള റിസൾട്ടിലേക്ക് എത്തി. യൂസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടു ഷോ ദാറ്റ് 1 plus 2 plus 2 square plus etc. 2 raised to n equal to 2 raised to n plus 1 minus 1 for all positive integers എന്ന് കാണിക്കണം. അപ്പൊ p of n ആയിട്ട് ഞാൻ എന്ത് കൊടുത്തു? 1 plus 2 plus 2 square plus etc. 2 raised to n equal to 2 raised to n plus 1 minus 1 എന്ന് കൊടുത്തു. ഇനി p of 1 ചെയ്യുന്ന സമയത്ത് 2 ഈ 1 plus 2 എന്ന് എടുക്കണം കേട്ടോ. കാരണം ഇവിടെ ലാസ്റ്റ് ടേമിൽ 2 raised to for all നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉദ്ദേശിച്ചത് അതല്ല, for all നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നായിരിക്കും. ഓക്കെ,
നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് വരില്ല. ഫോർ ഓൾ അവിടെ നോൺ പോയതാട്ടാ. നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് വരേണ്ടത്? നമുക്ക് പി ഓഫ് സീറോ ആണ് വരേണ്ടത്. അപ്പൊ പി ഓഫ് സീറോ വന്നു കഴിഞ്ഞാൽ 2 raised to 0 എന്താണ് വരിക? 1. അപ്പൊ ആദ്യത്തെ ടേം എടുക്കുമ്പോൾ പി ഓഫ് സീറോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി 2 raised to 1 - 1 അതെന്താ? 1 തന്നെയാണ്. അപ്പൊ പി ഓഫ് സീറോ ട്രൂ ആണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ എന്ത് സ്റ്റെപ്പ്? ബേസിസ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇൻഡക്റ്റീവ് സ്റ്റെപ്പിൽ അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്യുന്നു. assume that of k is true. അപ്പൊ ഞാൻ എന്ത് എഴുതി? 1 square plus 2 square plus etc. 2 raised to k എന്ന് പറയുന്നത് എന്നുള്ളടത്തൊക്കെ k ഇട്ട് കൊടുത്ത് വേറെ ഒന്നുമില്ല. 2 raised to k plus 1 minus 1. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 1 square plus 2 p raised to k plus 1 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടേണ്ടത് 2 raised to k plus 2 minus 1ലേക്ക് എത്തിക്കണം. ഈ ഒരു ടേമിലേക്ക് ഞാൻ എത്തിക്കണം. സാധാ പോലെ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 raised to k പ്ലസ് അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ 2 raised to k plus 1 എന്ന് കിട്ടി. ഈ ഒരു ടേമിനെ നമുക്ക് എഴുതാം ബൈ അവർ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് 2 raised to k plus 1 minus 1 plus 2 raised to ബാക്കി ഇതിനെ നമുക്ക് 2 raised to k plus 1 ബൈ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് പ്രകാരം എഴുതി. 2 raised to k plus 1 minus 1 ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് പ്രകാരം എഴുതി. ബാക്കിയുള്ള ടേമിന് ഞാൻ അവിടെ തന്നെ എഴുതി വെച്ചു. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ആളാരാണ്? 2 raised to k plus 1. അതിനെ ഞാൻ പുറത്തെടുക്കണം. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ രണ്ടും എന്തായാലും -1 എനിക്ക് അവിടെ ഇരുന്നോട്ടെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 2 raised to k plus 1 plus 2 raised to k plus 1 minus 1 എന്നാണ് എൻ്റെ കയ്യിലുള്ളത്. രണ്ട് വട്ടം 2 raised to k plus 1 ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 2 into 2 raised to k plus 1 minus 1 എഴുതാം. 2 into 2 raised to k plus 1നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 raised to k plus 2 minus 1 എഴുതാം. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടായിരുന്നേ, അത് നമുക്ക് കിട്ടി. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് കിട്ടി. അടുത്ത നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ ഓൾ n is a നോൺ നെഗറ്റീവ് ഇൻറ്റീജർ. അപ്പൊ നമുക്ക് ഇവിടെയും 0 വർക്ക് ആവില്ലേ? ആവും. അപ്പോ 0 കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഞാൻ ആദ്യം ഇതിൽ പി ഓഫ് 1 ആണ് ചെയ്തേക്കുന്നത്. നമുക്ക് പി ഓഫ് 0 ചെയ്താലും കറക്റ്റ് ആണ്. അപ്പൊ പി ഓഫ് 0 ചെയ്യുന്ന സമയത്ത് എന്ത് വന്നു? 2 -7 raised to 0 എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലെ? -7 raised to 0 ഏത് നമ്പർ raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2 ആണ് ഫസ്റ്റ് ടേം വരുള്ളൂ. അപ്പൊ 2 എഴുതി. 2 പി ഓഫ് 0 ചെയ്യുമ്പോൾ 2 ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 -7 raised to 1 ഡിവൈഡഡ് ബൈ 4. ഇപ്പൊ -7 അപ്പൊ 1 plus 7 divided by 4 ചെയ്യുമ്പോൾ അതും നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ പി ഓഫ് 0 ചെയ്യുമ്പോൾ എന്താ? ബേസിസ് സ്റ്റെപ്പില് പി ഓഫ് 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? പി ഓഫ് 0 ചെയ്യുമ്പോൾ ട്രൂ വന്നു. ഇനി നമ്മള് സാധാ പോലെ അസ്യൂം ചെയ്യാണ്. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 - 2 into 7 plus 2 into 7 square plus etc. 2 into -7 raised to k equal to 1 - -7 raised to k plus 1 by 4. ഈ സംഭവം എന്താണെന്നാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ എയിം എന്താണ്? എന്തിലേക്ക് എത്തിക്കണം? ഇതില് 1 - -7 raised to k plus 2 by 4ലേക്ക് നമ്മൾ എത്തിക്കണം. കണ്ട? 1 - -7 raised to k plus 2 divided by 4ലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എത്തിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതുവരെ ഉള്ളതിന് എനിക്ക് എന്തറിയാം? ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്തിട്ട് 1 - -7 raised to k plus 1 by 4 എന്ന് എഴുതി. എൻ്റെ എയിം എന്താണ്? ഇങ്ങടെ എത്തിക്കണം. 1 - -7 raised to എന്താണ്? 1 - -7 raised to k plus 2 by 4. അപ്പൊ ഇങ്ങടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയുള്ള ടേം നമുക്ക് ഇൻഡക്റ്റീവ് ഹൈപ്പോത്തിസിസ് പ്രകാരം എന്താന്ന് എഴുതാം? 1 - -7 raised to k plus 1 by 4 എന്ന് എഴുതാം. ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? 2 into -7 raised to k plus 1 എന്ന് എഴുതി. ഓക്കെ.
ഇനി എനിക്ക് എന്താണ് ബൈ 4 എന്തായാലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ എനിക്ക് എന്ത് വന്നു? 1 മൈനസ് 7 റേസ് ടു കെ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 4 അതെന്താ 8 ഇൻറ്റു മൈനസ് 7 റേസ് ടു കെ പ്ലസ് 1 ബൈ 4 എന്ന് കിട്ടി. ഈ രണ്ട് ടേമിലും ആരാണ് കോമൺ ആയിട്ടുള്ളത്? ഈ രണ്ട് ടേമിലും ഇവിടെ നോക്കിയേ, 8a മൈനസ് എ, ഇതിന് നമുക്ക് 7a എന്ന് എഴുതിക്കൂടെ? അതേപോലെ തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. 8 ടൈംസ് എന്റെ പകരാണ് ഇതില്, ഇവിടെ എന്റെ പകരാണ് ആര് കിടക്കുന്നത്? മൈനസ് 7 റേസ് ടു കെ പ്ലസ് 1. അപ്പോ 8 ഇൻറ്റു മൈനസ് 7 റേസ് ടു കെ പ്ലസ് 1 മൈനസ് 7 റേസ് ടു കെ പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 8 മൈനസ് 1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 ഇൻറ്റു മൈനസ് 7 റേസ് ടു കെ പ്ലസ് 1 ബൈ 4 എന്ന് നമുക്ക് വന്നു. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റേണ്ടത് എന്തിനെയാണ്? കെ പ്ലസ് 2 എന്നാക്കണമെങ്കിൽ ഉള്ളിലേക്ക് കയറ്റേണ്ടത് മൈനസ് 7 ആണ്. അപ്പൊ എനിക്ക് ഈ 7 എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് മൈനസ് 7 എന്ന് എഴുതാം. ഇത് മൈനസ് 7 ആയിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാമായിരുന്നു. ഇപ്പൊ ഇവിടെ പ്ലസ് ആണുള്ളത്. അപ്പോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് മൈനസ് 7. അങ്ങനെയാണ് എനിക്ക് ഈ പ്ലസിനെ മൈനസ് ആയി കിട്ടിയത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള റിസൾട്ടിലേക്ക് എത്തി. 1 മൈനസ് 7 റേസ് ടു കെ പ്ലസ് 2 ബൈ 4 എന്ന് കിട്ടി. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, പ്രൂവ് ദാറ്റ് if 3 divides n cube plus 2n whenever n is a non-negative integer. അപ്പൊ ഇവിടെ നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 വേണ്ട, 1 തന്നെ കൊടുക്കാം. എന്നാലല്ലേ നമുക്ക് സുഖമായിട്ട് ഒരു ആൻസറിലേക്ക് എത്തുള്ളൂ. അപ്പൊ കാരണം 0 കൊടുത്തു കഴിഞ്ഞാൽ 0 എന്നാ കിട്ടുന്നത്. അപ്പൊ അതിന് നമുക്കൊന്നും പറ്റുന്നില്ല. അപ്പൊ പി ഓഫ് 1 കൊടുത്തിട്ട് ചെയ്താലും മാർക്കൊന്നും പോയില്ല കേട്ടോ. പി ഓഫ് 1 എന്ന് കൊടുത്തപ്പോ 1 പ്ലസ് 2 ഈക്വൽ ടു 3 എന്ന് വന്നു. അപ്പൊ നമുക്കറിയാം 3 ഡിവൈഡ്സ് 3 ആണ്. അടുത്ത നമ്മൾ കെയിൽ ഈ റിസൾട്ട് അസ്യൂം ചെയ്യുന്നു. അതായത് കെ ക്യൂബ് പ്ലസ് 2k എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3 ഡിവൈഡ് ചെയ്യണമെന്ന് പറയണ പകരം മൾട്ടിപ്പിൾ ഓഫ് 3 ആന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അതെന്തായാലും ഡിവൈഡ് ചെയ്തോളൂ. അപ്പൊ പി ഓഫ് കെ പ്ലസ് 1 എന്തായിരിക്കും വരിക? കെ പ്ലസ് 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്താന്ന് പ്രൂവ് ചെയ്യണം? മൾട്ടിപ്പിൾ ഓഫ് 3 ആന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എ പ്ലസ് ബി ഓൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ എന്താന്ന് അറിയണം? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3b സ്ക്വയർ എ പ്ലസ് ബി ക്യൂബ് ആണ് എ പ്ലസ് ബി ഓൾ ക്യൂബിന്റെ ഡെഫിനിഷൻ. അപ്പൊ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കെ ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1 പ്ലസ് ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2k പ്ലസ് 2 എന്ന് വന്നു. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. നമുക്ക് അറിയണ കാര്യം കെ ക്യൂബ് പ്ലസ് 2k എന്ന് പറയുന്ന ആള് എന്തായാലും എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് ബൈ അവർ എന്തുണ്ട്? ഇൻഡക്റ്റീവ് ഹൈപ്പോത്തീസിസ് പ്രകാരം ഉണ്ട്. ബാക്കി വരുന്ന ആൾക്കാരൊക്കെ ആരാണ്? ഇതില് ബാക്കി വരുന്ന ടേംസ് ഞാൻ നോക്കിയപ്പോ 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 3 എന്നാണ് കിടക്കുന്നത്. ഞാൻ ഈ പ്ലസ് 1ഉം പ്ലസ് 2നും ഒക്കെ ഒരുമിച്ച് എഴുതി. ആ നമ്പേഴ്സിനെ ഒരുമിച്ച് എഴുതിയിട്ടാണ് കേട്ടോ 3 കിട്ടിയേക്കണത്. അപ്പൊ ഇതില് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 3 എന്ന് വന്നു. 3നെ ഞാൻ കോമൺ ആയി എടുത്തപ്പോ ബാക്കി എന്ത് വന്നു? k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 എന്ന് വന്നു. എന്തായാലും ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണല്ലോ, 3 പുറത്തുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കെ ക്യൂബ് പ്ലസ് 2k എന്ന് പറയണം. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതാം അടുത്ത സ്റ്റെപ്പില്. കെ ക്യൂബ് പ്ലസ് 2kയും അടുത്തത് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് k പ്ലസ് 1ഉം. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടി? ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 എന്നും കിട്ടി. ഇത് നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്പിൾ ഓഫ് 3 എന്നും കിട്ടി. ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നോ? അല്ല, ആണ്. അപ്പോ എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ കഴിയാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ബി പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. അപ്പൊ നന്നായി ചെയ്യൂട്ടോ. ഈ വീഡിയോസ് എല്ലാം ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.